ഇന്ന് ദുഃഖവെള്ളി ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ക്രിസ്തുദേവൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സ്മരണയിലാണ് ഈ ദുഃഖവെള്ളി ക്രിസ്തു മതവിശ്വാസികൾ ആചരിക്കുന്നത്. ദേവാലയങ്ങളിലും മലയാറ്റൂർ ഉൾപ്പെടെയുള്ള വിവിധ കുരിശുമലകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണിപ്പോൾ. മലയാറ്റൂർ പള്ളിയിൽ എന്താണ് നടക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ വിനീത വി ജി മലയാറ്റൂർ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. വിനീത വി ജി നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ മലയാറ്റൂരിലെ വിശേഷങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മളിപ്പോൾ മലയാറ്റൂരിൻ്റെ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. ഈ ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം എന്നിങ്ങനെ 14 ഇടങ്ങളാണ് ഇവിടെയുള്ളത്. രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് മലയാറ്റൂരിൽ അനുഭവപ്പെടുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന വിശ്വാസികളാണ് ഇവിടേക്ക് വരുന്നത്. ബുധവാരത്തിന്റെ ഒക്കെ തുടക്കത്തിൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നതെങ്കിലും ഇന്ന് ദുഃഖവെള്ളിയോടൊക്കെ അനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുക്കുന്നതിനായി ഇവിടേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ഈ മേഖലയിലേക്കൊക്കെ കൃത്യമായിട്ടുള്ള ഗതാഗത നിയന്ത്രണം, പാർക്കിംഗ് സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ദുഃഖവെള്ളി ദിവസം ഏതാണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ മല ചവിട്ടാനായി എത്തുമെന്നാണ് കണക്കാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഒക്കെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് വിശ്വാസികൾ മല ചവിട്ടാനായി എത്തുന്നത്. വലിയ കുരിശുകളും ഒക്കെയായി എത്തുന്ന നിരവധി വിശ്വാസികളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ പീഡാനുഭവ യാത്രയിലെ 14 സംഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 14 സ്ഥലങ്ങളിൽ വിശ്വാസികളെ അവർ മെഴുകുതിരി കത്തിച്ചാണ് ഓരോന്നിൽ നിന്നും അവർ മുകളിലേക്ക് പോകുന്നത്. നിരവധി ആളുകളാണ് വരുന്നത്. എവിടെന്നാ വരുന്നത്? പുത്തൂര്. എല്ലാ വർഷവും വരാറുണ്ടോ? വരാറുണ്ട്. ഇപ്പം ഒന്നാമത്തെ ഇടത്ത് എത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ വന്നിട്ടേ ഉള്ളൂ. അതിന്റെ വലിയ തിരക്കുണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കാണ് വെള്ളിയാഴ്ച നല്ല തിരക്കുണ്ട്. എപ്പൊ പുറപ്പെട്ടു? ഇനി 14 ഇടങ്ങൾ ഇങ്ങനെ ഈ ഒരു വിശ്വാസത്തിന്റെ ഒക്കെ ഭാഗമായി നിരവധി ആളുകളാണ് എത്തുന്നത്. മറ്റിടങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ആളുകളുണ്ട്. എവിടെന്നാ വരുന്നത്? എറണാകുളം. എല്ലാ വർഷവും വരാറുണ്ട്? അങ്ങനെയല്ല, ഇടയ്ക്ക് വരാറുണ്ട്. മൂന്നാമത്തെ വർഷമാണ്. മല കയറിയിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. വിശ്രമിക്കുകയാണ്. അതെ അതെ അതെ. ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ. കണ്ടു തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ വിശ്രമിച്ചിട്ട് തിരികെ പോവാണ്. നല്ല ജനത്തിരക്കുണ്ട്. നല്ല അത്യാവശ്യം ഭയങ്കര തിരക്കാണ് ഈ പ്രാവശ്യം വരുന്നത്. അതുപോലെ തന്നെ വഴിയിൽ നല്ല ബ്ലോക്കുമാണ്. വൺ വേ ആയിട്ട് ഇവിടെ പാർക്കിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ അങ്ങ് ഒരു 3 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് ആദ്യം. ഇങ്ങനെ നിരവധി. ചേച്ചി എവിടുന്നാ വരുന്നത്? சேலம். തമിഴ്നാട്. தமிழ்நாடு. என்னைக்கு காலையில எத்தீங்களோ? இப்பதான் நாங்க மலை ஏறுது. மலை ஏற போகுதா? போகுது. பிள்ளைகளൊക്കെ இருக்கு. எல்லாம் இருக்காங்க, வந்திருக்கோம், எல்லாம் போறோம். എല്ലാ വർഷവും വരുമോ? வரும். പേരെന്താ? മിന്നരസി. എല്ലാരും நம்ம ഫാമിലിയാ. ഇവരിങ്ങനെ സേലത്ത് നിന്ന് എത്തിയ ആളുകളാണ്. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളുണ്ട്. അവരിങ്ങനെ കുട്ടികളും ഒക്കെയായി എത്തുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ വന്ന ഈ ഒന്നാം ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വന്ന് അവരിങ്ങനെ വിശ്രമിക്കുകയാണ്. ഇതിന് ശേഷം ഈ വിനീത വിജിയാണ് വിവരങ്ങളുമായി മലയാറ്റൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. മലയാറ്റൂരിലെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് വിനീത റിപ്പോർട്ട് ചെയ്യുന്നത്.